ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ യാത്ര ചണ്ഡീഗഡുള്ള ബാർബിക്യൂ നേഷനിലോട്ടാണ്. ഈ ബാർബിക്യൂ നേഷൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അൺലിമിറ്റഡ് ഫുഡാണ്. നമ്മൾ ഇന്ന് 699 രൂപയ്ക്കാണ് ഇവിടെ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാർബിക്യൂ നേഷൻ്റെ അകത്തെ വിശേഷങ്ങൾ ഒന്ന് കാണാം അല്ലേ. ഇവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ സീറ്റ്. ഇവിടെ നമ്മുടെ ടേബിള് അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. നമ്മൾ ഇരിക്കുന്നതിൻ്റെ മുമ്പിലായിട്ട് അവർ ഒരു ഗ്രില്ല് സെറ്റ് ചെയ്യുകയാണ് ഇവിടെ. പിന്നെ പ്ലേറ്റ് വെച്ച് തരും. ഇവിടെ സ്റ്റാർട്ടേഴ്സ് ഓരോന്നായിട്ട് കൊണ്ടുവെക്കുന്നുണ്ട്. ഇത് ക്രോസ്റ്റൽ ബാർബിക്യൂ പ്രോൺസ്, ഇത് ഗ്രിൽ ഫിഷ്, ഇത് ചിക്കൻ സിസ്റ്റു, സ്റ്റാർട്ടേഴ്സിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു കോംപ്ലിമെൻ്ററി ഡ്രിങ്കും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പരിപാടി തുടങ്ങാം. ഇത് ക്രോസ്റ്റൽ ബാർബിക്യൂ പ്രോൺസ്. ഇത് ഞാൻ എൻ്റെ പ്ലേറ്റിലോട്ടൊന്ന് തട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിരുന്നു, അതുപോലെ ജ്യൂസി ആയിരുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇനി അടുത്ത ട്രിപ്പ് നമുക്ക് നോക്കാം. അടുത്തതായിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് ചിക്കൻ സിസ്റ്റുക്കാണ്. അതും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതും ഞാൻ ടേസ്റ്റ് ചെയ്ത് വളരെ ടേസ്റ്റിയാണ്. എനിക്കതും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് ഫിഷാണ്, ഒരു ആവറേജ് ടേസ്റ്റാണ്. സത്യം പറയാലോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് പിന്നീട് ഞാനിത് കഴിക്കാൻ നിന്നില്ല. നോൺ വെജ് മാത്രമല്ല, നമുക്ക് വെജ് ഐറ്റംസും വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. നമ്മൾ വെജ് ഐറ്റംസും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഗ്രിൽ പനീർ, ഗ്രിൽ മഷ്റൂം, ഗ്രിൽ പൈനാപ്പിൾ ഇവയെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു. എനിക്ക് ആ ഗ്രിൽ പൈനാപ്പിൾ വളരെയധികം ഇഷ്ടപ്പെട്ടായിരുന്നു. അതുകൊണ്ട് പൈനാപ്പിളും ഞാൻ കുറേയധികം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ടേഴ്സ് എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു. നമുക്കിത് എത്ര വേണേലും ഇവിടെ ഓർഡർ ചെയ്യാം. നമ്മൾ ഓരോന്ന് തീരുന്നതനുസരിച്ച് അവരുടെ അടുത്ത് പറയുമ്പോൾ അവർ ഓരോന്നോരോന്ന് ഇങ്ങനെ സ്റ്റാർട്ടേഴ്സ് കൊണ്ടുവരുന്നതായിരിക്കും. ഞാൻ എത്രത്തോളം കഴിച്ചെന്ന് എനിക്ക് തന്നെ വലിയ പിടുത്തമില്ല. കൂടുതലും ഞാൻ പ്രോൺസ് ആണ് ട്രൈ ചെയ്തത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഓരോന്ന് തീരുന്നതനുസരിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ഓർഡർ ചെയ്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ കൊണ്ടുവന്ന മറ്റൊരു ഐറ്റമാണിത്. ചിക്കൻ വിങ്സ് ആണിത്. ഇത് നല്ല ഒരു അടിപൊളി ഐറ്റമായിരുന്നു. ഇത് നമ്മൾ ആ പുതിനയില ചട്നിയിലും മയോണസിലൊക്കെ മുക്കി ഒന്ന് കഴിക്കണം. നല്ല ടേസ്റ്റി ആയിരുന്നു. ഇത് ചില്ലി ചിക്കൻ അവർ കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ട്രൈ വെക്കാം. അത്യാവശ്യം നല്ലൊരു ചില്ലി ചിക്കൻ ആയിരുന്നു. പിന്നെ ഈ കാണുന്നത് സ്വീറ്റ് പൊട്ടറ്റോ ആണ്. ഇതും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം ആയിരുന്നു. ഇപ്പോൾ ആ വെച്ചതാണ് ചില്ലി പ്രോൺസ്. സത്യം പറയാലോ, ഞാൻ ചില്ലി പ്രോൺസ് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ബഹു കേമായിരുന്നു കേട്ടോ. അങ്ങനെ ആസ്വദിച്ച് ചില്ലി പ്രോൺസ് കഴിച്ച് തീർന്നപ്പോഴത്തേക്കും കൊണ്ടുവന്ന മറ്റൊരു ഐറ്റമാണിത്. ഇത് കോൺ ഫ്രൈ ആണ്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കുന്ന ഒരു ഡിഷാണ്. ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അതുകൊണ്ട് ഇത് വീണ്ടും ഓർഡർ ചെയ്ത് വീണ്ടും കഴിക്കുകയും ചെയ്തായിരുന്നു. ഇപ്പം ഈ വെച്ചതാണ് മട്ടൻ കബാബ്. എനിക്ക് ഈ കബാബിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ആ ഏരിയയിലോട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോയില്ല. ഈ വീണ സാധനമാണ് ദഹിവട, അതായത് നമ്മുടെ തൈര് പൊരിച്ചെടുത്തത്. കൊള്ളായിരുന്നു കേട്ടോ. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷായിരുന്നു ഇത്. ഇതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ പോയൊരു ചിക്കൻ സൂപ്പ് ഇങ്ങെടുത്ത്. ആവറേജ് ഒരു ചിക്കൻ സൂപ്പായിരുന്നു ഇത്. അതുപോലെ ഇവിടെ പാസ്തയും പാനിപ്പൂരിയും ഒക്കെ ഉണ്ട്. ഇത് വേണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് കൗണ്ടറിൽ ഓർഡർ കൊടുക്കണം. അങ്ങനെ നമ്മുടെ പാനിപ്പൂരി ടേബിളിൽ വന്നിട്ടുണ്ട്. പാനിപ്പൂരി ഞാൻ വലുതായിട്ടൊന്നും ടേസ്റ്റ് ചെയ്യാൻ പോയില്ല. ഇനി ഇത് ഇറ്റാലിയൻ വൈറ്റ് സോസ് പാസ്തയാണ്. ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഇതിനകത്ത്
ക്യാപ്സിക്കം, മഷ്റൂം, കോൺ ഇവയെല്ലാം ചേർത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു പാസ്തയായിരുന്നു. മെയിൻ കോഴ്സിലോട്ട് കിടക്കുന്നതിന് മുമ്പേ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാം എന്ന് വിചാരിച്ചു. ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ഏതെന്ന് വെച്ചാൽ നമുക്ക് എടുത്ത് കഴിക്കാവുന്നതാണ്. ഞാൻ ഈ കാണുന്ന കുറച്ച് ഐറ്റംസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ആ വെജിറ്റബിൾസ് എല്ലാം കഴിച്ചതിന് ശേഷം ഇനി നമുക്ക് മെയിൻ കോഴ്സിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഉള്ള മെയിൻ കോഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അത് വെജ് ബിരിയാണിയാണ്. പ്ലെയിൻ റൈസും ദാലും, ഇത് ബട്ടർ പനീറും വെജ് കറിയും, ഇത് മഷ്റൂം കറിയാണ്, ഇത് ചില്ലി ചിക്കനും നൂഡിൽസും, ഇത് എഗ് കറിയും കേരള സ്റ്റൈൽ ഫിഷ് കറിയും, ഇത് രാജസ്ഥാനി ലാൽ മാസ്, ഇത് ചിക്കൻ ബിരിയാണി. അപ്പം ഇതൊക്കെയാണ് മെയിൻ കോഴ്സ്. ഇതിൽ ഞാൻ എടുത്തിരിക്കുന്ന ഇതൊക്കെയാണ്: കുറച്ച് ചിക്കൻ ബിരിയാണി, കുറച്ച് വെജ് ബിരിയാണി, ഇത് ബട്ടർ ചിക്കൻ, പിന്നെ നൂഡിൽസ്. അപ്പോൾ ഈ കുറച്ച് ഐറ്റംസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ സ്പെഷ്യലായിട്ട് കബാബ് മട്ടൻ കറിയും. അതോടൊപ്പം നമുക്ക് റൊട്ടിയും ചപ്പാത്തിയൊക്കെ വേണമെങ്കിൽ ഓർഡർ ചെയ്താൽ അവർ ഉണ്ടാക്കി തരുന്നതായിരിക്കും. അപ്പം ഇതെല്ലാം കൂടെ കഴിച്ച് ഒന്ന് വയറ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് സ്വീറ്റ് ഐറ്റംസ് ഒന്ന് നോക്കാം. ഇവിടെ കുറേ അധികം സ്വീറ്റ് ഐറ്റംസ് ഉണ്ട്. ഗുലാബ് ജാമു, കേക്ക്സ്, ഐസ്ക്രീംസ്, പിന്നെ വെറൈറ്റീസ് ഓഫ് കുൽഫി. അപ്പം ഇതെല്ലാം നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എടുത്ത് കഴിക്കാവുന്നതാണ്. ഇത് ഫലൂഡ മേക്കിംഗ് ആണ്. ഒരു തട്ടിക്കൂട്ട് ഫലൂഡ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ പല ഫ്ലേവറുള്ള കുൽഫീസ് ഉണ്ട്. നമ്മുടെ ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഏതാണോ അത് പറയാം. അത് ഇതുപോലെ അവർ ചെറുതായിട്ട് കട്ട് ചെയ്യും. അതിൻ്റെ മുകളിലോട്ട് കസ്റ്റേർഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ബ്രഹ്മസലി ഉണ്ടല്ലോ, അത് വേവിച്ചത് ഇതുപോലെ ചേർത്ത് കൊടുക്കും. പിന്നീട് സ്ട്രോബെറി സിറപ്പും ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കും. ഇതാണ് തട്ടിക്കൂട്ട് ഫലൂഡ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ വീണ്ടും ഒന്നും കൂടെ ഓർഡർ ചെയ്ത് വാങ്ങിച്ച് കഴിച്ചായിരുന്നു. നമ്മുടെ പ്ലേറ്റിലോട്ട് കുറച്ച് സ്വീറ്റ്സും കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസും എടുത്തൊന്ന് തട്ടിയിട്ടുണ്ട്. ഇതൊന്ന് അകത്താക്കാം. ഞാൻ അതെല്ലാം അകത്താക്കി. അതിനുശേഷം കുറച്ച് കേക്ക് ഐറ്റംസും കൂടെ നമ്മുടെ പ്ലേറ്റിലോട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഇതും കൂടെ നമുക്കൊന്ന് കഴിച്ച് തീർക്കാം. അതുപോലെ ഐസ്ക്രീംസും എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കുൽഫി. പിന്നെ ഇത് നമ്മൾ എക്സ്ട്രാ ഓർഡർ ചെയ്ത ഒരു മിൻറ്റ് ലെമണും കൊക്കക്കോളയാണ്. ഇതിന് നമ്മൾ അഡീഷണൽ പൈസ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയും കൊണ്ടങ്ങ് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചാ. പക്ഷെ എന്ത് ചെയ്യാനാ, വയറ് സമ്മതിക്കുന്നില്ല. ഇനിയും വേണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ കുറച്ച് കേക്കും കുറച്ച് ഹോട്ട് ഗുലാബും കുറച്ച് പൈനാപ്പിളും എടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഒന്ന് അകത്താക്കാന്നുണ്ടെങ്കിൽ എല്ലാം ഒരു സെറ്റാവും. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമുക്ക് ഇവിടെ നിന്നൊരു കേക്ക് കിട്ടുന്നതായിരുന്നു കേട്ടോ. ഇപ്പം നമ്മുടെ ബർത്ത്ഡേ ആണ് അല്ലെങ്കിൽ ആനിവേഴ്സറി ആണെന്നൊക്കെ പറയാനുണ്ടെങ്കിൽ അവർ അതനുസരിച്ച് ഒരു കേക്കിനകത്ത് എഴുതി തരുന്നതായിരിക്കും. ഒരു 1 കിലോയുടെ ഒരു കേക്കാണ്. ന്യൂ ഇയർ ആണെങ്കിൽ ന്യൂ ഇയറിന് വേണമെങ്കിൽ എഴുതി തരാൻ പറഞ്ഞാൽ എഴുതി തരും. നമ്മുടെ ആഘോഷം എന്താണോ അത് പറഞ്ഞാൽ മതി. അവർ അത് അനുസരിച്ച് നമുക്ക് കേക്കിനകത്ത് എഴുതി തരും. എന്നിട്ട് നമ്മുടെ ബർത്ത്ഡേ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളെല്ലാം കൂടെ വന്ന് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി നമ്മുടെ ബർത്ത്ഡേ ഒന്ന് കളർഫുൾ ആക്കുന്നതായിരിക്കും. അപ്പം നല്ലൊരു വൈബാണ് ഇവിടെ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ലൈഫിലൊന്ന് പോയിരിക്കേണ്ട ഒരു സ്ഥലമാണിത്. ഇത്രയേ ഉള്ളൂ ബാർബിക്യൂ നേഷൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇത്രയും കൊണ്ട് നമുക്ക് നിർത്താം അല്ലേ?
അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.